ചേട്ടാ നമസ്കാരം. നമസ്കാരം. താലിബാന് നമ്മൾ പരവതാനി വിരിക്കുകയാണ്. ഒരു സമയത്ത് താലിബാനെ ഏറ്റവും കൂടുതൽ തെറി പറഞ്ഞ് നടന്ന നമ്മളാണെന്ന് ആലോചിക്കണം ചേട്ടാ. ടു ബി ഫ്രാങ്ക്, നമ്മൾ പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയണമല്ലോ. നമ്മൾ ഒരു സമയത്ത് എടുത്ത നിലപാട് ഇങ്ങനെയാണ്. അപ്പൊ നമ്മളിപ്പോ താലിബാന്റെ ബഹുമാനപ്പെട്ട മന്ത്രിയായിട്ടുള്ള മുത്താക്കി വരുന്നു എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരുന്നൊരു ഗതികേട് എന്ന് പല ആൾക്കാരും അപ്പുറത്തിൽ നിന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് സുഡാപ്പികൾ. അവരുടെ കാര്യം പിന്നെ വളരെ കഷ്ടമാണ്. ഇന്നലെ വരെ താലിബാനെ വിസ്മയം വിസ്മയം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സുഡാപ്പികൾ ഇന്ന് താലിബാനെ എതിർക്കുന്നുണ്ട്. കാരണം അവർ ഇന്ത്യയുമായിട്ട് അടുക്കാതെ ഇന്ത്യക്ക് എതിരായിരുന്നെങ്കിൽ വിസ്മയമായിരുന്നേനെ. നാളെ ഇപ്പൊ ഹമാസ് വന്നിട്ട് നരേന്ദ്രമോദിക്ക് കൈ കൊടുത്തിട്ട് ഞങ്ങൾ ഇന്ത്യയുടെ കൂടെയാണ്, ഞങ്ങൾ ഭീകരവാദത്തെ എതിർക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഹമാസിനെയും ഒരു തള്ളിപ്പറയും. അതാണ് അവരുടെ ഒരു മനോഭാവം. ആര് ദേശസ്നേഹിയാവുന്നോ അവരെ നമ്മൾ അനുകൂലിക്കും, ആര് ദേശദ്രോഹിയാകുന്നോ അവരെ ഇവർ അനുകൂലിക്കും. അതാണ് ഈ നമ്മളും അവരും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. പക്ഷേ താലിബാനെ ഒരു സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് എതിർത്തതാണ്. ഇന്ന് താലിബാന്റെ മന്ത്രി ഇവിടെ വരുമ്പോ കോൺഗ്രസിനൊന്നും പറയാനില്ല. അവർക്ക് ആകപ്പാടെ അതിനകത്ത് നിന്ന് കിട്ടിയ ഒരു സാധനം. എനിക്കത് ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നത്, അവിടെ സ്ത്രീകളെ പ്രവേശിപ്പിച്ചില്ല എന്ന് പറയുന്നു. അപ്പൊ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്ക് അറിയണം. പിന്നെ കഴിഞ്ഞ ദിവസം താലിബാന്റെ ആ ഒരു മന്ത്രിയും നമ്മുടെ ഇന്ത്യയുടെ മന്ത്രിയായിട്ടുള്ള എസ് ജയശങ്കറും കൂടെ കൈ കൊടുത്തിട്ട് പറയുന്ന വാക്കുകൊണ്ട് നമ്മൾ അയൽക്കാരാണ്. അപ്പോ ഇങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. പോരാത്തതിന് താലിബാന്റെ മന്ത്രി ഇവിടെ നിന്നിട്ട് പാകിസ്ഥാനെ താക്കീത് കൊടുക്കുകയാണ്. ഇന്ത്യൻ മണ്ണിൽ നിന്നിട്ട് പാകിസ്ഥാന്റെ മണ്ണിൽ താലിബാന്റെ ജനങ്ങളുടെ പേഷ്യൻസിനെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാലോ, ചോദിച്ചു നോക്കിയാൽ മതി. അമേരിക്കയോടും നാറ്റോയോടും സോവിയറ്റ് നാടുകളോടും നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ മതി, ചൈനയോടും ചോദിച്ചു നോക്കിയാൽ മതി എന്ന് ഈ ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് ഒരു താക്കീത് പാകിസ്ഥാന് കൊടുക്കുകയാണ്. കഴിഞ്ഞ ദിവസം താലിബാന്റെ ഒരു ആക്രമണം കാബൂളിൽ നടത്തി, അഫ്ഗാനിസ്ഥാനിൽ ഒരു ആക്രമണം കാബൂളിൽ നടത്തി പാകിസ്ഥാൻ എന്ന വാർത്തകൾ പുറത്തു വരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസം രാത്രി പാകിസ്ഥാന്റെ പല സൈനിക പോലീസ് ക്യാമ്പുകളും നിന്ന് കത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ചാവേർ സ്ഫോടനങ്ങളായിരുന്നു അവിടെ ഉണ്ടായത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പൊ അതിനിടയിലാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ നമ്മൾ അയൽക്കാരാണെന്ന് ജയശങ്കർ പറയുമ്പോൾ അതിനകത്ത് പലർക്കും ഡൗട്ടുണ്ട്. എങ്ങനെ അയൽക്കാരാകും? നമ്മളും അഫ്ഗാനിസ്ഥാനും എങ്ങനെ അയൽക്കാരാകും? എങ്ങനെയാണ് നമ്മൾ അഫ്ഗാനിസ്ഥാനും അയൽക്കാരാകുന്നത്? ഒന്നാമത്തെ കാര്യം, നമ്മൾ തമ്മിൽ അതിർത്തികളൊന്നും പങ്കിടുന്നില്ലല്ലോ. പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരാണ് ചോദിക്കുന്നത്. അതിർത്തികളൊന്നും നമ്മൾ തമ്മിൽ പങ്കിടുന്നില്ല, പിന്നെ എങ്ങനെ അയൽക്കാരാകും എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ അതൊരു ചോദ്യമാണ്. ഈ താലിബാനെ എടുത്ത് മടിയിൽ വെക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല, ആ വാക്ക് തെറ്റാണ്. കാരണം നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്റ്റാൻഡ്, നമ്മളൊരു ഗ്യാപ്പിട്ടായിരിക്കും അവരെ നിർത്തുന്നത്. ഇന്ത്യ താലിബാന് പരവതാനി വിരിക്കുമ്പോൾ ഭാവിയിൽ അതൊരു പ്രശ്നമായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോഴും എനിക്ക് ആശങ്കയുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ താങ്കളോട് അത് തുറന്നു ചോദിക്കുന്നത്. താങ്കൾക്കാകുമ്പോൾ അത് വ്യക്തമായിട്ട് പറയാൻ സാധിക്കുമല്ലോ. ഭാവിയിൽ നമുക്കതൊരു വിഷയമായി വരുമോ? നമ്മളെ ബംഗ്ലാദേശൊക്കെ ഇപ്പുറത്ത് കാണുകയാണ്. ബംഗ്ലാദേശ് എങ്ങനെയാണ് ഭീകരവാദികൾ തന്നെയാണെന്നാണ് എന്റെ ഒരു നിലപാട് അന്നും എന്നും. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ചോദിക്കുന്നതും. ബംഗ്ലാദേശ് നമ്മൾ മോചിപ്പിച്ചു കൊടുത്തിട്ട് കുറെ നാൾ കഴിഞ്ഞപ്പോ ഇപ്പം നമുക്കെതിരെ പ്രവർത്തിക്കുകയാണ് അവന്മാര്. പാകിസ്ഥാൻ അവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഒരു കുരുവായിട്ട് വരുമോ ചേട്ടാ താലിബാൻ? എന്താണ് തോന്നുന്നത് ഇത് മൊത്തത്തിലുള്ള ഒരു ആസ്പെക്ട് കണ്ടിട്ട്? തീർച്ചയായിട്ടും ഞാനും ധനുഷും എല്ലാം മിക്കവാറും എല്ലാ മാധ്യമപ്രവർത്തനം താലിബാനെ കളിയാക്കിയിട്ടൊക്കെ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ എന്താ താലിബാൻ പ്രേമം എന്ന് ചോദിക്കും. സ്വാഭാവികം മാത്രം. രാഷ്ട്രത്തിന്റെ നിലപാടിനൊപ്പമാണ് ന്യൂസ് ഇന്ത്യ മലയാളത്തിന്റെ നിലപാട്. മറ്റുള്ളവർ അറിയില്ല എങ്കിലും ഇത് പറയുമ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല. നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ദേശസ്നേഹികളും ഈ ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുമായ ഭാരതീയ ജനതാ പാർട്ടിയാണ്. അപ്പോൾ ഇന്ന് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ EVM-നെതിരെ സമരം നടത്തിയിട്ടുള്ള ഒരു പാർട്ടിയാണ് BJP. ഏറ്റവും കൂടുതൽ EVM-നെതിരെ. ഇപ്പൊ ഈ കോൺഗ്രസ്സുകാരൊക്കെ നടത്തുന്ന സമരം ഒന്നുമല്ല, വെറും തട്ടിപ്പ്. അവർ BJPയുടെ ഒരു ഗംഭീര സമരമായിരുന്നു. ഭയങ്കര ലാത്തിച്ചാർജ്, കണ്ണീർ വാതക പ്രയോഗം, എന്നും പ്രശ്നമാണ്. EVM തട്ടിപ്പ് എന്നാണ് അവർ പറയുന്നത്. EVM ഹാക്ക് ചെയ്തിട്ടാണ് കോൺഗ്രസ് ചെയ്യുന്നത്. അവർ അധികാരത്തിൽ കയറിയതിനു ശേഷം അവർ പറയുന്നത് EVM ഒന്നും കുഴപ്പമില്ല, സൂപ്പറാണെന്നാണ് പറയുന്നത്. ഇപ്പൊ പ്രതിപക്ഷം കോൺഗ്രസ് ആണ് ഇത് ചെയ്യുന്നത്. അത് മറ്റൊരു പ്രതിഭാസം. ഇനി PDP എന്ന് പറയുന്നൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ട് ജമ്മു കാശ്മീരിൽ. BJPയുടെ ഹിറ്റ് ലിസ്റ്റിൽ, അല്ലെങ്കിൽ BJPയുടെ ഒരു എന്താണ് പറയുന്നത്, ഭീകരം എന്ന് കരുതുന്ന രാഷ്ട്രീയ പാർട്ടികൾ, അവരുടെ കയ്യിലുള്ള ലിസ്റ്റുകളിൽ ഏറ്റവും വലിയ ഭീകരം എന്ന് അവർ കരുതുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നാണ് മെഹബൂബ മുഫ്തിയുടെ PDP. പക്ഷെ അവരുമായി 4 വർഷക്കാലം അധികാരം അവർ ജമ്മു കാശ്മീരിൽ പങ്കിട്ടു. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാവരും ചോദിക്കും, ഇത് നിങ്ങൾ ഇതുവരെ അവരെ രാജ്യദ്രോഹികൾ എന്ന് വിളിച്ചുകൊണ്ടിരുന്നവരുമായിട്ട് നിങ്ങളിപ്പോൾ ചങ്ങാതത്തിലായില്ലേ? അമിത്ഷായും ശ്രീ മെഹബൂബ മുഫ്തിയും കൂടെ ഡൽഹിയിൽ ഒന്നിച്ചിരുന്നിട്ടുള്ള പത്രസമ്മേളനത്തിലാണ് അനൗൺസ്മെന്റ് നടക്കുന്നത്, അലയൻസിന്റെ ഒക്കെ. എന്തുകൊണ്ടായെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. പക്ഷെ ശരിയായിരുന്നു, BJPക്ക് ഒരു ലക്ഷ്യം ജമ്മു കാശ്മീരിൽ ഉണ്ടായിരുന്നു. ആ ലക്ഷ്യം അവർ നേടിയെടുത്തു. ഇന്ന് മെഹബൂബ മുഫ്തിയുടെ PDP ജമ്മു കാശ്മീരിലില്ല.
പകരം ഇന്ന് അവിടുത്തെ പ്രതിപക്ഷ പാർട്ടി BJP ആണ്. അത് അവർക്കൊരു ലക്ഷ്യമുണ്ടായി. അപ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. അപ്പോൾ അവർ ആരോടെങ്കിലും അടുക്കുമ്പോൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വലിയ ലക്ഷ്യമുണ്ടാകും. ഞാൻ ഈ PDP എന്ന് പറയുന്നതിന് കാരണം ഒരുപക്ഷെ ഇന്ത്യൻ പൊളിറ്റിക്സ് മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാകും. ഒരുപക്ഷെ വിചിത്രമായ ഒരു കൂട്ടുകെട്ടെന്ന് പറയാൻ പറ്റും. ഒരുപക്ഷെ നാളെ BJP CPM കൂട്ടുകെട്ടിലേക്ക് പോയാൽ എനിക്ക് അത്ഭുതമൊന്നും തോന്നത്തില്ല അതിൽ. കാരണം അതിനകത്ത് വൈരുദ്ധ്യമായിട്ടൊന്നും തന്നെ ഇല്ല. പക്ഷെ മറ്റേത് അങ്ങനെയല്ല, മോരുമുതിരയും പോലെയാണ്. ആനയും ആടും പോലുള്ള വ്യത്യാസമുണ്ട്. രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്ന പാർട്ടി. ഒന്ന് ഹിന്ദുത്വത്തിന്റെയും ദേശീയതയുടെയും ഒരു കൊടുമുടിയിലേറി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടി BJP, മറുഭാഗത്ത് ഈ ഹൂറിയത്തിനെ ഉൾപ്പെടെ പിന്തുണച്ചുകൊണ്ട് പാകിസ്ഥാനിനെ വേണ്ടി നിലകൊള്ളുന്ന വിഘടനവാദികളുടെ രാഷ്ട്രീയ പാർട്ടി PDP. ഇവർ തമ്മിൽ ഒന്നിച്ചപ്പോൾ എല്ലാവരും ചോദിച്ചൊരു ചോദ്യം, ഇത് എങ്ങനെ ഇവർക്ക് നിലപാടില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അവർ സമർത്ഥന്മാരായിരുന്നു BJP. കാരണം അവർക്ക് ജമ്മു കാശ്മീരിന്റെ അടിത്തട്ടിൽ വരെ പിടിമുറുക്കണമായിരുന്നു. അതിനവർക്ക് അവിടെ ഒരു ഭരണത്തിന്റെ തണൽ അവർക്ക് അനിവാര്യമായിരുന്നു. ഒരുപക്ഷെ ഈ ഭരണവും അവർ PDPക്ക് കൈകൊടുത്തില്ല, അവർ ഇരുന്നിരുന്നു എങ്കിൽ അവർക്ക് ഒരിക്കലും ജമ്മു കാശ്മീരിലെ പ്രതിപക്ഷമാകാനോ ഇത്ര സീറ്റിലേക്ക് നില ഉയർത്താനോ അവർക്ക് കഴിയുമായിരുന്നില്ല. കാരണം നാഷണൽ കോൺഫറൻസും ഒക്കെ ആയിട്ട് അതിനവരവിടെ പല കളികളും അവർ കളിച്ചു. അവരവിടെ ഈ നിരോധിച്ച ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കന്മാരെ വരെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജാമ്യം കൊടുത്ത് പുറത്തിറക്കി. എന്നിട്ട് അവന്മാരെ മത്സരിപ്പിച്ച് ചില സീറ്റുകളിലൊക്കെ. അങ്ങനെ പയറ്റാവുന്ന പണി മുഴുവൻ അവർ പയറ്റി. ഇന്ന് അവിടുത്തെ PDP എന്ന് പറയുന്ന പാർട്ടി ഇന്ന് ഇല്ല. എനിക്ക് തോന്നുന്നു 10 സീറ്റോ 12 സീറ്റോ എങ്ങാണ്ടേ ഉള്ളൂ. അത് താഴെയാണെന്ന് എനിക്ക് തോന്നുന്നു. 4-5 സീറ്റ് എങ്ങാണ്ടേ ഉള്ളൂ പാവം അവർക്ക് ഉള്ളത്. ഇപ്പൊ അമ്മയും മോളും മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് വയ്യ, മകളാണ് ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ പ്രസ്താവനയായിട്ട് വരുന്നത്. പഴയ വീര്യമൊന്നുമില്ല, അവർ എന്തൊക്കെ പോയി എന്ന് തന്നെ പറയേണ്ടി വരും. അവർ രണ്ടായിട്ട് പിളർന്നു. അതിനകത്ത് ഒരു വലിയ വിഭാഗം NDAയുടെ ഭാഗമാണ്. എനിക്കൊന്ന് PDPയുടെ കുറെ നേതാക്കളൊക്കെ BJPയോട് വന്നു തോന്നുന്നു. അതിനവരവിടെ ഇറക്കിയ നേതാവായിരുന്നു RSSന്റെ പ്രചാരകനായ രാം മാധവനായിരുന്നു അതിന്റെ ചുമതല. രാം മാധവ് എന്തായാലും 4 വർഷം കൊണ്ട് പണി പൂർത്തിയാക്കി. അപ്പൊ അതുപോലെ തന്നെ ഈ അഫ്ഗാനുമായിട്ട് നമ്മൾ അടുക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു വലിയ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ഇന്നലെ ശ്രീ S ജയശങ്കർ വാർത്താ സമ്മേളനത്തിൽ തുറന്നു പറഞ്ഞത്. അതുകൊണ്ടാണ് ഇന്റർനാഷണൽ തലത്തിൽ തന്നെ അത് വലിയ ചർച്ചയായി. ഇന്നലെ ശ്രീ മുത്തക്കിയും S ജയശങ്കറുമായി നടത്തിയ പത്രസമ്മേളനത്തിൽ അനവധി വട്ടമാണ് S ജയശങ്കർ നമ്മൾ അയൽക്കാരാണ് അയൽവക്കം കടന്നു വരുന്നത് അല്ലെങ്കിൽ അതിർത്തി കടന്നു വരുന്ന ഭീകര പ്രവർത്തനം നമ്മൾ ഒന്നിച്ചു നിന്നാൽ തടയാൻ കഴിയും എന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ നിന്ന പലരും ഒരു വലിയ സംശയം ഉയർത്തുകയുണ്ടായി. കാരണം വീണ്ടുമാണ് ഇത് പാക് അധിനിവേശ കാശ്മീർ ചർച്ചയിലേക്ക് വരുന്നത്. നമ്മൾ പലപ്പോഴും ഞാൻ ഈ ചർച്ചകളിൽ എത്രയോ കാലങ്ങളായിട്ട് ഈ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ പറയും, നമുക്ക് അഫ്ഗാനിസ്ഥാനായിട്ട് ബോർഡർ ഉണ്ട്, അതിർത്തി ഉണ്ടെന്ന്. ഇപ്പൊ പലരും വന്നിട്ട് താഴെ വന്ന് കമന്റ് ചെയ്യും, അഫ്ഗാനുമായിട്ട് അതിർത്തിയില്ല, തെറ്റാണ് പറയുന്നതെന്ന്. ഞാനൊരു BA ഹിസ്റ്ററി സ്റ്റുഡന്റ് ആണ്. ഞാൻ പറയുന്നതെല്ലാം ശരിയാണെന്നല്ല. ഞാൻ പറയുന്നതെല്ലാം ശരിയായിരുന്നുണ്ടെങ്കിൽ എനിക്ക് BA ഹിസ്റ്ററിക്ക് റാങ്ക് കിട്ടുമായിരുന്നു. എനിക്ക് 2nd ക്ലാസ് മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ പറയുന്നതിൽ 50% തെറ്റായിരുന്നല്ലോ. ഇല്ലെങ്കിൽ 100 കിട്ടണ്ടല്ലോ, അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ 50%-നകത്ത് നിന്നുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ തന്നെ. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നത് സ്കൂൾ തലത്തിൽ സാമൂഹ്യ പാഠപുസ്തകത്തിൽ പഠിക്കുന്നവർക്ക് ഈ ഗിൽജിത്തും ബാൾട്ടിസ്ഥാനും ബഖാർ ഇടനാഴിയും ഒപ്പം തന്നെ ഖൈബർ ഇടനാഴിയും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ചൈനീസിൽ നിന്നുള്ള വ്യാപാരികൾ ഇവിടെ വന്ന പാതകൾ, പട്ടുപാതകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടിബറ്റൻ ആത്മീയാചാര്യന്മാർ വന്നതിനെ നമ്മൾ ചരിത്രം പഠിച്ചിട്ടുണ്ട്. നമ്മൾ പലരും മറന്നുപോയി. പക്ഷെ എന്റെ ഉപജീവന മാർഗം അതായതുകൊണ്ട് ഞാൻ എന്നും ഓർത്തു വെക്കുന്നു എന്ന് മാത്രമാണുള്ളത്. ഇനി എന്തായാലും ഈ POK എന്ന് പറയുമ്പോൾ നമുക്ക് പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. കാശ്മീരിന്റെ ഈ തലപ്പാവ് ഭാഗം മാത്രമാണ് POK എന്നാണ് ബഹുഭൂരിപക്ഷം പേരുടെയും ധാരണ. അത് തികച്ചും തെറ്റാണ്. ജമ്മു കാശ്മീരിന്റെ 3 ഭാഗവും പടർന്നു കിടക്കുന്ന ഒരു വലിയ പ്രദേശമാണ് POK. പലരുടെയും തെറ്റാധാരണ നമ്മുടെ ഈ ഇന്ത്യയുടെ തലപ്പാവുണ്ടല്ലോ, ആ മകുടത്തിന്റെ കുറച്ച് ഭാഗം മാത്രമാണ് POK. അതുകൊണ്ടാണ് ഈ തെറ്റിദ്ധാരണ അവർക്ക് വരുന്നത്. ഇല്ലെങ്കിൽ അവർക്ക് ഈ തെറ്റിദ്ധാരണ വരില്ലായിരുന്നു. അതുകൊണ്ട് ഞാനതിന്റെ ഒരു ബോർഡർ ഒന്ന് വിശദീകരിച്ചു തരാം, എത്ര ഉണ്ടെന്നുള്ളത്. ഈ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ഭാഗം, അതാണ് നമ്മുടെ ഏറ്റവും അങ്ങേയറ്റം കാണുന്ന തലപ്പൊക്കം. അതായത് നമ്മുടെ മകുടം ആ തലപ്പാവ്. അതിന്റെ അളവ് എന്ന് പറഞ്ഞാൽ 64,817 ചതുരശ്ര കിലോമീറ്റർ ആണ് അതിന്റെ അളവ്. ഇനി അതിനോട് തന്നെ ചേർന്ന് വരുന്ന ഒരു ചെറിയ പ്രദേശമുണ്ട്, അത് ചൈനയുടെ കയ്യിലാണ്. 1963 ചൈന അത് പാകിസ്ഥാനിൽ നിന്ന് കൈവശപ്പെടുത്തിയാണ്. അതായത് നമ്മുടെ POKയുടെ തന്നെ ഭാഗമായിരുന്ന ഷേസ്കാം ട്രാക്ട് എന്നാണ് അതിന്റെ പേര്. ആ ഒരു ഭാഗം ചൈനയുടെ ഭാഗത്താണ്. അത് 6,993 ചതുരശ്ര കിലോമീറ്റർ ഉണ്ട്. അതുവഴിയാണ് അവരുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതി വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇപ്പുറത്തെ ഭാഗം ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനോട് ചേർന്ന് വരുന്ന പ്രദേശം നമ്മൾ ഈ പറയുന്ന ബഖാർ ഇടനാഴി എന്ന് പറയുവാൻ, ബഖാർ കോറിഡോർ. ഇനി ഖൈബർ ഇടനാഴിയിലേക്ക് നമ്മൾ വരുന്നത് എവിടെയെന്ന് ഇപ്പുറത്തെ സൈഡുണ്ട്, ജമ്മു വരെ നിൽക്കുന്ന, അതായത് കാശ്മീരിൽ നിന്ന് ജമ്മു വരെ നിൽക്കുന്ന ഇപ്പുറത്തെ സൈഡില് ആ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ്
ഈ പറയുന്ന പെഷവാർ എന്ന് പറയുന്ന പാകിസ്ഥാന്റെ നഗരത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. അവിടെയാണ് ഈ വഖാർ ഇടനാഴി ഉള്ളത്. അതും POK ആണ് ഈ ചേർന്ന് കിടക്കുന്നത്. അതായത് ഇവിടെ പെഷവാർ പാകിസ്ഥാനിലാണ്, അതിനിപ്പുറം കിടക്കുന്ന മേഖല. അതിന്റെ വിസ്തൃതി എത്രയെന്ന് വെച്ചാൽ 13,297 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇനി ഇത് കൂടാതെ നമ്മുടെ ഒരു കിഴക്കൻ ഭാഗമുണ്ട് ഈ തിബറ്റുമായിട്ടൊക്കെ ചേർന്നത്, അക്സിജാൻ എന്ന് പറയും, അക്സിച്ചിൻ മേഖല. അക്സിച്ചിൻ നമ്മൾ എപ്പോഴും പറയും, ഈ അക്സിച്ചിൻ എന്ന് പറയുമ്പോൾ പലരുടെയും തെറ്റാധാരണ അരുണാചൽ പ്രദേശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അല്ല, POKയുടെ ഭാഗമാണ് അതും. അതിപ്പോൾ നമ്മളുമായിട്ട് തർക്കത്തിൽ കിടക്കുന്ന പ്രദേശമാണ്. അപ്പൊ അതിന്റെ കൺട്രോള് ചൈനക്കാണ് എങ്കിൽ പോലും അത്. അപ്പം ഇത്രയുമാണ് നമ്മളുടെ ഒരു POK എന്ന് പറയുന്നത്. അതായത് ശരിക്കും പറഞ്ഞ കാശ്മീരിന്റെ ഈ തലപ്പൊക്കമല്ല, ശരിക്കും നല്ല വണ്ണമുള്ള ഒരു തലയായിരിക്കും അത്. നല്ല ഗംഭീരമായ ഒരു തലക്കെട്ടും കവിളിലൊക്കെ നല്ല വണ്ണം കാണും. ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗമായിട്ടല്ലേ നമ്മൾ സങ്കല്പിക്കുമ്പോൾ കാണുന്നത്. അപ്പൊ നല്ല, അതായത് ഈ ഭാഗമൊക്കെ, ഈ രണ്ട് ഭാഗവും വീക്കം വെക്കും. കാരണം ഈ രണ്ട് ഭാഗവും POK ആണ്. ഇതും കൂടെ വരുമ്പോഴത്തേന് അതിന് നല്ലതായിട്ട് വീക്കം വെക്കുന്ന ഒരു സാധനം തന്നെയാണ്. ഇതിൽ ഇന്ത്യയും അഫ്ഗാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഈ വഖാർ ഇടനാഴി എന്ന് പറയുന്നത് 106 കിലോമീറ്ററിന്റെ ദൈർഘ്യമേ ഉള്ളൂ. ഇവിടെ ഈ ഇടനാഴിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചില സ്ഥലങ്ങളിൽ ഇതിന് 18 കിലോമീറ്റർ വീതിയേ ഉള്ളൂ, ചില സ്ഥലങ്ങളിൽ ഇതിന് 60 കിലോമീറ്റർ വീതിയുണ്ട്. അങ്ങനെ ഒരു മലകളുടെ മുകളിൽ കൂടെ പോകുന്ന ഒരു പാമീർ പർവ്വതം എന്നാണ് പറയുന്നത്. ഈ പാമീർ പർവ്വതത്തിന്റെ 4293 മീറ്റർ ഉയരക്കൂടിയാണ് ഈ പാത പോകുന്നത്. ഈ പാത പോകുന്നതിന്റെ വടക്ക് ഭാഗം താജിക്കിസ്ഥാനാണ്, തെക്ക് ഭാഗം കാശ്മീരാണ്. കാശ്മീർ എന്ന് ചെയ്ത് കാശ്മീര് POK ആണ്. കിഴക്ക് ഭാഗം ചൈനയാണ്. ഈ പാത ചെന്നെത്തുന്നത് അഫ്ഗാനിസ്ഥാൻ പട്ടണമായ ഇഷ്കാ കിമിൻ എന്ന് പറയുന്ന പ്രദേശമാണ്. ഇഷ്കാ കിമിനിലാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഈ അഫ്ഗാനിസ്ഥാൻ അവരുടെ പതാകയും ഇന്ത്യൻ പതാകയും കൂടി ചേർത്തുകൊണ്ട് കുത്തിയത്. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ ധനുഷ് അത് പറയുകയുണ്ടായി. ഇന്ത്യൻ പതാകയും അഫ്ഗാൻ പതാകയും ചേർത്ത് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് അവർ ഇന്ത്യൻ പതാകയും അഫ്ഗാൻ പതാകയും കുത്തിയത് നമ്മളുടെയും അഫ്ഗാന്റെയും ബോർഡറായ ഇഷ്കാ കിം എന്ന് പറയുന്ന ചെറുപട്ടണം അവിടെയാണ്. അവിടെ നിന്നാണ് ഈ പാത സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു മലമ്പാതയാണിത്. അതായത് ഈ പാത ഇങ്ങനെ കടന്നു പോകുന്നത് നമ്മുടെ ഹിന്ദുക്കുഷ് വഴി, അതുപോലെ തന്നെ കാരക്കോറം, ചൈനയുടെ ഹൈവേ കാരക്കോറം വഴിയാണ് ഇത് കടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഖൈബർ ഇടനാഴി വേണം, ഈ വഖാർ ഇടനാഴി നമുക്ക് വേണം. വഖാർ ഇടനാഴി നമ്മൾ 1964 വരെ ട്രേഡിംഗ് നടന്നുകൊണ്ടിരുന്നതാണ് അതുവഴി. അതിനുശേഷമാണ് ഈ POKയിൽ ഇത്രയും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയത്. അപ്പൊ അത് കിട്ടിയാൽ നമുക്ക് താജിക്കിസ്ഥാൻ വഴി നമുക്ക് റഷ്യ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ പഴയ USSR രാജ്യങ്ങളിലേക്ക് പോകാൻ പറ്റും. അതുവഴി നമുക്ക് സെൻട്രൽ ഏഷ്യ മുഴുവൻ എത്താൻ പറ്റും. അതുവഴി നമുക്ക് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്കും എത്താൻ കഴിയുന്ന ഒരു സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യ ഇതിൽ കൂടുതൽ നിലപാട് ഘടിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ശ്രീ ഡൊണാൾഡ് ട്രംപ് ഒരു ഉപരോധം പ്രഖ്യാപിച്ചിരുന്നു നമ്മുടെ ചബ്ബാർ തുറമുഖത്തിന്. ഇറാനിൽ നമ്മൾ പണി കഴിപ്പിക്കുന്ന ചബ്ബാർ തുറമുഖം. ആ തുറമുഖം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പണി കഴിപ്പിച്ചത്? നമുക്ക് ഈ സെൻട്രൽ ഏഷ്യയിലേക്ക് പോകാനും അതുവഴി യൂറോപ്പിലേക്ക് കടക്കുവാനും വേണ്ടിയിട്ടാണ് നമ്മൾ ആ തുറമുഖം. അതിന് നമുക്ക് അഫ്ഗാനിസ്ഥാൻ വഴി നമ്മളൊരു റോഡും കൂടി കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് ഇത് ഉപരോധം വന്നിട്ട് ഈ ചബ്ബാർ തുറമുഖം അടച്ചു കഴിഞ്ഞത്. അതായത് നമ്മളെ കടല് മാർഗം അല്ലാതെ നമുക്ക് റോഡ് മാർഗം ഈ ഭാഗത്തേക്ക് പോകാനുള്ള വഴിയാണ് അമേരിക്ക അടച്ചത്. ഉപരോധം പ്രഖ്യാപിച്ചത് കൊണ്ട് ചബ്ബാർ തുറമുഖത്തു നിന്ന് ചരക്ക് വന്നിട്ട് നമ്മളുടെ ലക്ഷ്യം അതായിരുന്നു, ചബ്ബാർ തുറമുഖത്തു നിന്ന് ചരക്കെത്തിക്കുക. ആ ചരക്ക് അഫ്ഗാനിസ്ഥാൻ വഴി ഈ താജിക്കിസ്ഥാന്, ഉസ്ബെക്കിസ്ഥാന്, റഷ്യ, സെൻട്രൽ ഏഷ്യയിലേക്ക് നമ്മൾ പോകുന്നു. അവിടെ നിന്ന് നമ്മൾ ഇത് കറങ്ങിത്തിരിഞ്ഞിട്ട് ഈ പടിഞ്ഞാറൻ ഏഷ്യയിലും അതുപോലെ യൂറോപ്പിലേക്കും ഒക്കെ നമ്മുടെ ചരക്കുകൾ റോഡ് മാർഗവും റെയിൽ മാർഗവും നമുക്ക് എത്തിക്കാൻ കഴിയുമായിരുന്ന ഒരു വലിയ പ്രൊജക്റ്റാണ് ഇപ്പോൾ തൽക്കാലത്തേക്കെങ്കിലും ഈ ഉപരോധം മൂലം ഒരു തടസ്സം നേരിട്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഈ വഖാർ ഇടനാഴി നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക്, അതായത് POK കിട്ടണം കേട്ടോ, POK കിട്ടുമ്പോഴാണ് അവിടെയാണ് ഈ വഖാർ ഇടനാഴി കൂടെ ഉള്ളത്. അപ്പൊ ഈ വഖാർ ഇടനാഴി വന്നു കഴിഞ്ഞാൽ നമുക്ക് സൂപ്പറായിട്ടൊരു ട്രേഡിംഗ് നടക്കും. അത് അഫ്ഗാനിസ്ഥാനിലേക്ക് നമുക്ക് ചരക്കുകൾ പെട്ടെന്ന് എത്തിക്കാൻ കഴിയും. ഈ മറ്റിടങ്ങളിലേക്കും ചരക്കുകൾ നമുക്ക് എത്തിക്കാൻ കഴിയും. ഇവിടെ ചൈന കൂടി ഒന്ന് കണ്ണടക്കേണ്ടതായ ഒരു സ്ഥിതി വരും. ഞാൻ മുമ്പും പറയാറുണ്ട്, ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയും അതുവഴി തന്നെയാണ് കടന്നു പോകുന്നത്. അവർ കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം ഇതാർക്കും നഷ്ടം വരുന്നൊരു കേസല്ല, രണ്ടു കൂട്ടരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം ചൈന, ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ ഇപ്പൊ വിചാരിച്ചാൽ ഈ നിമിഷം അത് യാഥാർത്ഥ്യമാകും. കാരണം ഒരുപക്ഷെ അതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം പാകിസ്ഥാനുമായിട്ട് ചൈന ഒരുപാട് അകന്നു തുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യം, അഫ്ഗാനുമായിട്ട് ചൈന ഒരുപാട് അടുത്ത് തുടങ്ങുന്ന ഒരു സാഹചര്യം, ഇപ്പോഴത്തെ ഒരു ജിയോ പൊളിറ്റിക്സ് പാടെ മാറി പറയുന്ന ഒരു സാഹചര്യം, ഈ ഒരു സാഹചര്യം കൂടി മുന്നിൽ ഇന്ത്യ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അഫ്ഗാൻ എന്നും ഇന്ത്യയുടെ ചരിത്രപരമായ ഒരു പങ്കാളിയാണ്. ചരിത്രപരമായി അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു RSSകാരന്റെ ഭാഷയിലാണ് പറയുന്നതെങ്കിൽ അഖണ്ഡ ഭാരതത്തിന്റെ ഭാഗം തന്നെയാണ് അഫ്ഗാനിസ്ഥാൻ. അപ്പൊ അതുകൊണ്ട് അവരെ പെട്ടെന്ന് വെട്ടിമുറിച്ച് കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചരിത്രപരവും വൈകാരികപരവുമായിട്ടുള്ള ഒരുപാട് അകൽച്ചയ്ക്ക് അത് നീങ്ങും.
അല്ലാതെ അതൊരു താലിബാൻ അവിടെ അധികാരത്തിൽ വന്നു എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് ആ രാജ്യവുമായിട്ടുള്ള ബന്ധം മുറിച്ചു കളയാൻ കഴിയില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അഫ്ഗാൻ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ്. നമ്മളല്ല അവിടെ ഇപ്പോൾ പിടിമുറുക്കുന്നത്, ചൈനയാണ് കൂടുതൽ പിടിമുറുക്കുന്നതെങ്കിൽ നമ്മൾ ഭയപ്പെടണം. അമേരിക്കയാണ് പിടിമുറുക്കുന്നതെങ്കിൽ നമ്മൾ ഭയപ്പെടണം. അപ്പോൾ മുമ്പ് നമ്മൾക്ക്, അതായത് ഇതിന് മുമ്പിരുന്ന ഭരണാധികാരികൾ അവരെപ്പോഴും ആ യുദ്ധത്തിന്റെ ഒരു സമയമായിരുന്നല്ലോ, അമേരിക്കൻ സൈന്യം അവിടെ കയറി നിറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. ആ സമയം ആയപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? ഈ പാകിസ്ഥാനിൽ നിന്നുള്ള ടെറർ ഗ്രൂപ്പുകൾ മുഴുവൻ താവളം അടിച്ചിരുന്നത് ഈ അൽ ഖ്വയ്ദ അടക്കം, ജയ്ഷെ മുഹമ്മദ് അടക്കം, ഇവന്മാരുടെയൊക്കെ ട്രെയിനിങ് സെന്ററും ഒക്കെ വർക്ക് ചെയ്തിരുന്നത് ഈ അഫ്ഗാനിസ്ഥാനിലായിരുന്നു. അവിടെ നിന്നാണ് അവർ ഇന്ത്യയിലേക്ക് ഈ ഭീകരവാദികളെ കയറ്റി വിട്ടുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ അവരുമായിട്ട് അകന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു ശത്രു രാജ്യം കൂടി ഉണ്ടാകുമെന്നല്ലാതെ ഒരു ഗുണവുമില്ല. പക്ഷെ നമ്മൾ മിത്രങ്ങളായിരുന്നല്ലോ, ആണല്ലോ. അപ്പൊ പിന്നെ അത് അകലേണ്ട കാര്യമില്ല. പിന്നെ താലിബാൻ ഇന്ന്, പിന്നെ ധനുഷ് ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഇന്നലെ വനിതാ മാധ്യമ പ്രവർത്തകരെ വിളിച്ചില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഇപ്പൊ പുതിയതായിട്ടൊരു പുറത്തു വരുന്ന വിവരം അനുസരിച്ച് 15 മാധ്യമ പ്രവർത്തകർ മാത്രമാണ് അതിൽ പങ്കെടുത്തത്. ഇപ്പോൾ അഫ്ഗാൻ എംബസി വെച്ച് നടന്നൊരു പരിപാടി, അത് ഇന്ത്യൻ യാതൊരു ബന്ധവുമില്ലാത്തൊരു പരിപാടിയാണ്. ഇപ്പൊ ഒരു എംബസി, ഇവിടുത്തെ പല എംബസികളും ഇഫ്താർ വിരുന്ന് കൊടുക്കാറില്ലേ? മാധ്യമപ്രവർത്തകരൊക്കെ അവിടെ പോയി മൂക്കുമുട്ട കഴിക്കാറുണ്ടല്ലോ. ക്രിസ്മസ് വിരുന്ന് കൊടുക്കാറില്ലേ? അവിടെ പോയി കുടിച്ച് കൂത്താടാറുണ്ടല്ലോ. അവിടെയൊക്കെ കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചിട്ടാണോ പോകുന്നത്? അല്ല, കേന്ദ്ര സർക്കാർ പറയുമോ അവിടെ നിങ്ങൾ പോയിട്ട് വാ, ഇന്നവും പോയിട്ട് 2 അടിച്ചിട്ട് വാ എന്ന് പറയൂ? ഇല്ലല്ലോ. ഇതിനെല്ലാം പോകാൻ ഒരു കുഴപ്പവും ഇല്ല. അവിടുത്തെ ഈ എംബസി ഉദ്യോഗസ്ഥന്റെ കൊച്ചിന്റെ 28 ചടങ്ങിന് വരെ പോയി പങ്കെടുത്ത് ഫോട്ടോ ഇടുന്നവന്മാരാണ് ഇവന്മാര്. അത് പോട്ടെ, ഞാൻ അതിനെ കുറിച്ചൊന്നും കൂടുതൽ ഞാൻ പറയുന്നില്ല. അത് പറയാൻ പോയാൽ നമ്മൾ ഒരുപാട് മോശമായി പോകും. ഇനി രണ്ടാമത്തെ കാര്യം, ഈ അഫ്ഗാൻ അവര് എല്ലാ എംബസി അവരവരുടെ ഇഷ്ടത്തിനാണ് വിളിക്കുന്നത്. കാരണം ഇവിടെ ഭീകരവാദികളാരും മാധ്യമപ്രവർത്തനം നടത്തുന്നില്ലല്ലോ, എല്ലാവരും ജേർണലിസ്റ്റുകൾ തന്നെയാണ്. അപ്പൊ അവന്മാരെ സ്വാഭാവികമായിട്ട് വിളിക്കും. അഫ്ഗാൻ എംബസി വിളിച്ചു, 15 മാധ്യമപ്രവർത്തകരാണ് വിളിച്ചത്. ആ വിളിച്ചപ്പോഴൊന്നും ഇവന്മാർക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. ഏറ്റവും വലിയ രസം, ദൂരദർശനെ വിളിച്ചിട്ടില്ല. ദൂരദർശനെ വിളിച്ചിട്ടില്ല. വേറെ ഏതൊക്കെയോ മാധ്യമപ്രവർത്തകരെ വിളിച്ചത്. ഞാൻ ചോദിച്ചോട്ടെ, ആർക്കും ഒരു പരാതിയില്ല ആ വിളിച്ചവന്മാരെ കുറിച്ച്. എന്നിട്ട് ചോദിക്കുന്നു, ഇനി മറ്റൊരു കാര്യം, ഇവന്മാർക്ക് പ്രതിഷേധം ഉണ്ടായിരുന്നെങ്കിൽ ഈ പരിപാടി പങ്കെടുത്തപ്പോൾ ഇവന്മാർക്ക് ബഹിഷ്കരിക്കാമായിരുന്നല്ലോ. അത്ര വലിയ വീറായിരുന്നെങ്കിൽ. ഒന്നുമില്ലല്ലോ. അവിടെ നണ്ടിപ്പരിപ്പ് പടം പുറത്ത് വന്നില്ലേ? അതിനൊന്നും കുഴപ്പമില്ലായിരുന്നല്ലോ. പണ്ട് ഞാനത് പറയുന്നില്ല ഇതിനകത്ത് ഉള്ളുകളികൾ പറയാൻ, കാരണം ഞാനും ഒരു 10-25 കൊല്ലം ഈ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഭാഗമായിരുന്നു. എനിക്കറിയാം, ഇവിടെ കേരളത്തിൽ ഒരു വലിയ മതനേതാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം നരേന്ദ്രമോദിയെ പോയി കണ്ടു. അവിടുന്ന് അദ്ദേഹത്തിന്റെ ഒരു 5 ലക്ഷം രൂപയുടെ ചെക്ക് കൊടുത്തു. മോദി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ്. അപ്പൊ അവിടെ ഒരു വലിയ മതകേന്ദ്രം പണിയുന്നതിന് വേണ്ടിയിട്ടൊരു ചർച്ചയുടെ സ്ഥലമൊക്കെ ഉണ്ട് ആ സംഘടനയ്ക്കും സംഘടനാ നേതാവിനും. അപ്പൊ അതിനെക്കുറിച്ച് പുള്ളിയെ ഒന്ന് പൊരിച്ചെടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് അദ്ദേഹത്തിന്റെ വസതിയിലേക്ക്, അദ്ദേഹത്തിന്റെ ഈ വാർത്താ സമ്മേളനത്തിന് എല്ലാവരും എത്തുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞ് പിന്നെ കാണുന്ന ഒരു കാഴ്ച, ഒരു സൈഡിൽ ഈന്തപ്പഴം കൂട്ടി വെച്ചിരിക്കുന്നു, ഒരു സൈഡിൽ അണ്ടിപ്പരിപ്പ് കൂട്ടി വെച്ചിരിക്കുന്നു, പിന്നെ ക്ലോക്കോ എന്താണ് സമ്മാനമായിട്ടും കിട്ടുന്നു. പോക്കറ്റ് വരെ അണ്ടിപ്പരിപ്പ് ഈന്തപ്പഴവും വാരി നിറച്ചുകൊണ്ട് ചോദിക്കേണ്ട ചോദ്യം വിഴുങ്ങിയവരാണ് ഇവിടെ ഇരിക്കുന്നത്. അത് മോദിയുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് പൊരിക്കാൻ പോയവന്മാരാണ് ഈ സാധനം. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇത് തമാശ ഞാൻ പറയുന്നതല്ല. കാരണം ഇതൊക്കെ അതുകൊണ്ട് ഞാൻ പറഞ്ഞേ. അപ്പൊ ഞാൻ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിലുണ്ടല്ലോ ഇങ്ങനെ ഒരു സെഗ്മെന്റ് തുടങ്ങാം കേട്ടോ. ബിജുചേട്ടൻ ഈ മാധ്യമ ജീവിതത്തിലെ രസകരമായിട്ടുള്ള അനുഭവങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പ്രേക്ഷകരും ഒരുപാട് കേൾക്കാനായിട്ട് വരും. ഭയങ്കര രസകരമായിട്ടാണ് പറയുന്ന കാര്യങ്ങൾ. അല്ല, നമ്മളിപ്പോ ഒരു ജോലിയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ അതിനകത്ത് വരുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്വാഭാവികമായി സംഭവിച്ചു പോകുന്നൊരു കാര്യമാണ്. രസകരമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പല വാർത്തകളും ഇത് ചെയ്യുന്നവരെ കാണുമ്പോൾ നമുക്ക് തന്നെ ചിരി വരും. കാരണം അവർ മുൻപ് ചെയ്തിരുന്ന വാർത്തകളും അതിന്റെ പൊള്ളത്തരങ്ങളൊക്കെ ഓർക്കുമ്പോൾ പിന്നെ എല്ലാവരും വലിയ പുലികളാണ് എന്നാണ് അവര് തന്നെ പറയുന്നത്. എന്റെ പേര് ബിമൽ കുമാർ എന്നാണ് ഞാൻ വിളിക്കുന്നത് എന്ന് പറയുന്നതിനൊക്കെ ഞാൻ ഒരു നിഷ്പക്ഷ മതേതര പുലിയായ മാധ്യമ പ്രവർത്തകനാണ് എന്ന് അവർ തന്നെ പറയുമ്പോൾ നമ്മൾ അംഗീകരിക്കും. നമുക്കതിനകത്ത് കോമ്പറ്റീഷൻ ഒന്നുമില്ല. കാരണം കോമ്പറ്റീഷൻ ചെയ്തിട്ട് വെറുതെ എനർജി കളയാന്നല്ല, പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഇതാണ് അതിനുള്ള ഒരു നിഷ്പക്ഷ പുലിയായ സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം ഇവരെ കണക്കുള്ള നിഷ്പക്ഷ മാധ്യമപ്രവർത്തകർ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ കണക്കുള്ള ചാനലുകൾ കഞ്ഞി പിടിച്ചു പോകുന്നത്. കാരണം ഇവരുടെ നിഷ്പക്ഷത എന്ന് വെടിയുന്നു അന്ന് നമ്മൾ ഈ പണി നിർത്തേണ്ടി വരും. അപ്പം ഇതൊക്കെയാണ് ഇതിന്റെ ഒരു കാര്യം. അപ്പൊ ഇതാണ് അതിനകത്ത് ഇതാണ് ആ സംഭവം. ഇന്നലെ നടന്ന ആ ഒരു മാധ്യമ സമ്മേളനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ സംശയിപ്പ് പ്രേക്ഷകരുടെ മാറിക്കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ ഈ നമ്മുടെ ഈ അയൽക്കാർ എന്ന് എപ്പോഴും എസ് ജയശങ്കർ പറയുന്നത് എന്തുകൊണ്ടാണ് എന്നിപ്പോൾ നമ്മൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ എന്തുകൊണ്ടാണ് നമ്മൾ താലിബാനുമായി കൂടുതൽ അടുക്കുന്നത്? സ്വാഭാവികമായിട്ട് എല്ലാവരും ചോദിക്കും. കാരണം നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ ഒരു നയതന്ത്രമുണ്ട്. ആ നയതന്ത്രം എന്ന് പറഞ്ഞാൽ എപ്പോഴും മാറി മറിയുന്ന ഒരു നയതന്ത്രം. അമേരിക്കയുമായിട്ട് നമ്മൾ ഇത്രയും തെറ്റും ഈ ട്രംപുമായിട്ട്, കാരണം നരേന്ദ്രമോദി മൈ ഫ്രണ്ട് എന്നാണ് വിളിക്കുന്നത്, ട്രംപും അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. അങ്ങനെ അടുത്ത സുഹൃത്തുക്കൾ തമ്മിൽ ഇത്രയും അകലുമെന്ന് ആരെങ്കിലും കരുതിയിരുന്നോ?
കരുതിയിരുന്നില്ല. പക്ഷെ അകന്നില്ലേ? അകന്നു. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. റഷ്യയുമായിട്ട് നമ്മൾ ഇത്രയും എണ്ണയുടെ ഡീലിലേക്ക് പോകുമെന്ന് ആരെങ്കിലും കരുതിയിരുന്നു? വളരെ തുച്ഛമായ രീതിയിലുള്ള എണ്ണയല്ലേ അവിടെ മുമ്പ് ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളത് അതെ. ചെയ്തില്ലേ? പാകിസ്ഥാൻ നമ്മളുമായിട്ട് അറ്റാക്ക് ഉണ്ടാകുമെന്ന് കരുതിയിരുന്നു. ഇനി ബംഗ്ലാദേശ് നമ്മളുമായിട്ട് എത്ര സ്നേഹത്തിലും പ്രണയത്തിലും പോയിക്കൊണ്ടിരുന്നതാണ്. ഒടുവിൽ എന്ത് സംഭവിച്ചു എക്സാക്ട്ലി. അവിടെ? ശ്രീലങ്ക നമ്മളിൽ നകന്ന് ചൈനയുടെ ചിറകിനടിയിലേക്ക് പോയതല്ലേ? പിന്നീട് ആ ശ്രീലങ്ക മടങ്ങി നമ്മളിലേക്ക് എത്തിയില്ലേ? മാൽദീവ്സ് നരേന്ദ്രമോദി ചീത്ത വിളിച്ച അവിടുത്തെ മന്ത്രിമാർ മുമ്പോട്ട് വന്നില്ല. എന്നിട്ട് അവര് ചൈനയുടെ ഭാഗത്ത് പോയില്ല. അവസാനം ഇപ്പൊ എന്ത് വന്നു? നരേന്ദ്രമോദി ഞാൻ അവിടെ പോയിട്ട് 108 പോർട്ടുകൾ ഏറ്റെടുത്ത് നടത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് അവിടെ എത്തിയില്ലേ? മലേഷ്യ നമ്മളുമായിട്ട് കൊമ്പ് കോർത്തില്ലേ? ഇന്ന് മലേഷ്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയിൽ എത്തുന്നില്ല. അങ്ങനെ ബന്ധങ്ങൾക്ക് മാറി മറിയുന്ന ഒരു ബന്ധമാണ്. ഞാൻ ആദ്യം പറഞ്ഞത് BJP-യുടെ പൊളിറ്റിക്കലി തന്നെ അവർക്ക് ഒരു ഇതാണ്, അവരുടെ ഒരു നയം തന്നെ ആരുമായി ശത്രുത ഇല്ല എന്നുള്ളതാണ് BJP-യുടെ ലൈൻ തന്നെ. നല്ലൊരു നയമാണത്.